ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പെസഹ വ്യാഴാഴ്ച. സമയം ഇപ്പോൾ രാവിലെ 3:30. ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. പെയ്ത് തണുപ്പുള്ള കാരണം തന്നെ എല്ലാവരും കോട്ടിട്ടിട്ടാണ് പോകണം. ചൂടുകാലം തുടങ്ങിയാലും നന്നായി മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ പുലർച്ചെ 3 മണി ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ് കേട്ടോ. ഇത് ചർച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും വലിയ പോലീസ് പെട്രോളിംഗ് ഉണ്ടാവും. സമയം 4 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് പള്ളിയിൽ ഗേറ്റ് തുറന്നിട്ടില്ല. ഫ്രണ്ടിലത്തെ ഞങ്ങളുടെ സ്ഥലം തന്നെ കിട്ടി. കുർബാന 5 മണിക്കാണ് കേട്ടോ. നോമ്പുകാലത്ത് ആൾക്കാരിൽ യാതൊരു അലങ്കാരങ്ങളും ചെയ്യാറില്ല. ആ പൈസയൊക്കെ അവര് കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. കുർബാനയ്ക്ക് മുമ്പ് ഒരു ചെറിയ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ഈ വെള്ളയും ചുവപ്പും ഡ്രസ് ഇട്ട് പോണത് ഇവിടുത്തെ ആൾക്കാരെ ബാലന്മാരാണ്. പിന്നാലെ പോയത് ഇന്ന് ലേഖനം വായിക്കാനുള്ളവരും പ്രാർത്ഥനകൾ ചെല്ലാനുള്ളവരാണ്. ഇവിടെ കുർബാനയ്ക്ക് കൊടുക്കുന്നത് ആ വെള്ള ഡ്രസ് ഇട്ടവരാണ്. ഈ ഷോൾ ഇട്ട് പോകുന്നത് ഇന്ന് അച്ഛൻ കാല് കഴുകാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ശിഷ്യന്മാരാണ്. അങ്ങനെ കുർബാന തുടങ്ങി സുവിശേഷ വായന കഴിഞ്ഞപ്പോൾ കാല് കഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു. ഇന്നത്തെ ദിവസത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണെന്ന്. രണ്ടാമത്തത്, പൗരോഹിത്യം സ്ഥാപിച്ചത് ഇന്ന് തന്നെയാണ്. മൂന്നാമത്തത്, ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് തൻ്റെ അവസാനം വരെ സ്നേഹിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്ന ഒരു പുതിയ സ്നേഹത്തിൻ്റെ കൽപ്പനയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് മോണ്ടി തേഴ്സ്ഡേ എന്ന് പറയാറുണ്ട്. അതന്നെ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയുടെ ദിവസം എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ഗുരുവിനെ തൻ്റെ ജീവിതത്തിലെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം താവാം എന്നുള്ളതാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി മുത്തുമ്പോൾ നമുക്ക് നൽകുന്ന മാതൃക. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോ സ്നേഹോപഹാരം നൽകുകയും ചെയ്തു. അതിനുശേഷം കുർബാന പുനരാരംഭിച്ചു. ബാക്കി എല്ലാ തിരുക്കർമ്മങ്ങളും കഴിഞ്ഞു. അങ്ങനെ വിശുദ്ധ കുർബാന സമാപിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറേ ആൾക്കാർക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ പുലർച്ചെ വന്നിട്ടുണ്ട് കുർബാനയ്ക്ക്. ഇത് ലത്തീൻ റീത്തിൻ്റെ കുർബാനയായിരുന്നു. പോലീസ് പെട്രോളിംഗ് ഒക്കെ എല്ലാ വിശേഷ ദിവസങ്ങൾക്കുള്ളതാണ്. യുദ്ധമായതുകൊണ്ടൊന്നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിച്ച് മസാല ദോശയും കഴിച്ച് തിരിച്ചു പോരാണ്. റോഡുകളൊക്കെ സജീവമായി. അപ്പം ഞങ്ങൾ കുർബാന കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പം എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. 8 മണിയാകുമ്പോൾ കേങ്കുട്ടിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. രജാണ് ജോട്ടിനും ജോലിയും ഉണ്ട്. ഓക്കെ, ബൈ.